സ്വർണം കട്ടത് ആരപ്പായെന്നൊന്നും ഞാൻ പാടുന്നില്ല. കുറച്ച് ചില്ലറ പൈസയുമായിട്ട് ഈ IFFK വരുന്ന എല്ലാവർക്കും ചില്ലറ കൊടുക്കാൻ വേണ്ടി ചില്ലറ കൊടുക്കാൻ വേണ്ടി ലോറിയിൽ വന്നു. സ്ട്രൈക്കർ കോച്ചിങ്ങിന്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഷഹനാദ് ആണ്. എന്തെല്ലാടോ, എല്ലാവർക്കും സുഖമാണോ? ചങ്ങാതിമാരെ, നിങ്ങൾക്കൊക്കെ ഒരുപാട് സന്തോഷം തരുന്ന ഒരു കോഴ്സുമായിട്ടാണ് ഞാൻ ഇന്ന് വരുന്നത്. ഒരുപാട് നാളുകളായി നമ്മുടെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകൾ നിങ്ങൾ യൂട്യൂബിലൂടെ കാണുന്നുണ്ട്. അപ്പൊ നല്ലൊരു സപ്പോർട്ട് നിങ്ങൾ പലപ്പോഴും നൽകാറുണ്ട്. ഇനി 2026 ഒരുപാട് പരീക്ഷകൾ വരാൻ പോവുകയാണ്. ഡിഗ്രി ലെവൽ എക്സാമുകൾ, അതുപോലെ +2 ലെവൽ, 10th ലെവൽ VFA, ബിവറേജ് LD, കമ്പനി ബോർഡ് LGS, ഒരുപാട് പരീക്ഷകളുണ്ട്. 2026 ജോലി നേടാൻ ആഗ്രഹിക്കുന്ന PSC ഉദ്യോഗാർത്ഥികൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട മെയിൻ എക്സാമിന് 20 മാർക്ക് വരെ വരുന്ന കറണ്ട് അഫയേഴ്സ് നേടാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാ വർഷവും ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ക്ലാസ്സുകൾ നൽകാറുണ്ട്. പക്ഷെ അതൊരു ഓർഡർ ആക്കിയിട്ട് ടെലഗ്രാം ഒക്കെ ഫോളോ ചെയ്ത് PDF-ഉം ക്ലാസ്സും കൃത്യമായി പഠിക്കാൻ ഇപ്പൊ ഒരുപാട് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കോഴ്സ് കിട്ടാനുണ്ട്. അതുപോലെ നമ്മളും ആരംഭിക്കുകയാണ്. ഞാനൊരു പെയ്ഡ് ബാച്ച് ആരംഭിച്ചിരുന്നു. അതിനകത്ത് വളരെ കുറച്ച് പിള്ളേരുള്ളൂ. എന്തായാലും ഞാൻ അവർക്ക് ക്ലാസ് കൊടുക്കുന്നുണ്ട്. അപ്പൊ പിന്നെ ഞാൻ ചിന്തിച്ചു, നിങ്ങൾക്ക് കൂടി കുറച്ചുകൂടി ഉപകാരപ്പെടുന്ന രൂപത്തിൽ 150 PDF-കൾ 2025-ലെയും 26-ലെയും ഏറ്റവും പ്രധാനപ്പെട്ട മുഴുവൻ വസ്തുതകളും കുഞ്ഞു PDF ആക്കിയിട്ട് ഒരു 150 PDF, അതൊരു 150 ക്ലാസ് ആക്കിയിട്ട് ചെറിയ ക്ലാസ് ആക്കിയിട്ട് അപ്ലോഡ് ചെയ്യാണ്. അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രം ഇത് ഗംഭീരമായിട്ട് എന്താണെങ്കിലും നമ്മൾ ഈ ക്ലാസ്സുകൾ എടുക്കും. പക്ഷെ ഡെയിലി ക്ലാസ് അല്ലെങ്കിൽ നിരന്തരമായ ക്ലാസ് നൽകണമെങ്കിൽ നിങ്ങൾ കിടിലനായിട്ട് നമ്മുടെ ഈ വീഡിയോക്ക് നല്ലൊരു സപ്പോർട്ട് നൽകുക. നിങ്ങളുടെ അഭിപ്രായം എല്ലാവരും കമന്റ് ചെയ്യുക. നിങ്ങളുടെ മാക്സിമം സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുക. ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പൊ നമ്മൾ തുടങ്ങുകയാണ്. നമ്മുടെ ഫസ്റ്റ് ക്ലാസ് ആണ്. ഇതിന്റെ എല്ലാം PDF നോട്ട് നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി നമ്മുടെ ഫസ്റ്റ് കമന്റില് ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് ഉണ്ട്. അതിനകത്ത് ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ അതുപോലെ നോക്കി സെർച്ച് ചെയ്തിട്ട് അവിടെ ജോയിൻ ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ ഡെയിലി ക്ലാസ്സുകളൊക്കെ ടെലഗ്രാമിൽ അപ്ലോഡ് ചെയ്യും. നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക, നന്നായി പഠിക്കുക. ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ പഠിച്ചു തുടങ്ങുന്നത്. 2026 അവസാനമാണ് ഇനി എന്ത് നടക്കാൻ പോകുന്നത്? കേരളത്തിനകത്ത് ഒരു ചലച്ചിത്രമേള നടക്കാൻ പോകുന്നത്. നമുക്കറിയാം, വർഷാവർഷം കേരളത്തിൽ നടക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഇവന്റ് ആണ് ചലച്ചിത്രമേള, അന്താരാഷ്ട്ര ചലച്ചിത്രമേള. നമ്മൾ അതിനെ എങ്ങനെയാണ് വിളിക്കാറ്? IFFK എന്നാണ് വിളിക്കാറ്, അല്ലെ? IFFK നടക്കുന്നത് എവിടെയാണ്? തിരുവനന്തപുരത്താണ് നടക്കുന്നത്. കൂട്ടുകാർക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഈ പ്രാവശ്യം ഏറ്റവും അവസാനമായിട്ട് 2025-ൽ നടന്നത് IFFK 30ാമത് കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേളയാണ്. അപ്പൊ 30ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ ആരായിരുന്നു ആ ഒരു ടോട്ടൽ മേളയുടെ ജൂറിയുടെ ചെയർമാൻ അല്ലെങ്കിൽ അധ്യക്ഷൻ എന്ന് ചോദിച്ചാൽ നിങ്ങൾ പഠിച്ചു വെക്കേണ്ട പേരാണ് മുഹമ്മദ് റസൂലോഫ് എന്ന് പറയുന്ന വ്യക്തിയാണ്. അപ്പൊ മുഹമ്മദ് റസൂൽ എന്നൊക്കെ നിങ്ങൾ ഓർത്തു വെക്കാൻ ഒരു പക്ഷേ എളുപ്പത്തിൽ ലിങ്ക് ചെയ്ത് വെക്കുക. മുഹമ്മദ് റസൂൽ ആയിരുന്നു ഈ പറയുന്ന സിനിമാ ചലച്ചിത്രമേളയുടെ ജൂറി ചെയർമാൻ. അദ്ദേഹം ഒരു ഇറാനിയൻ സംവിധായകനാണ്. ഇപ്പോൾ ഇറാന്റെയും മറ്റ് ഗൾഫ് രാഷ്ട്രങ്ങളുടെ യുദ്ധത്തിന്റെ ഒരു പശ്ചാത്തലത്തിൽ നിൽക്കുകയാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത്. അപ്പൊ ഇറാനിയൻ സംവിധായകനായിട്ടുള്ള മുഹമ്മദ് റസൂലോഫ് ആണ് 2025 30ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ ജൂറി അധ്യക്ഷൻ എന്ന് പഠിച്ചു വെച്ചേക്ക് കൂട്ടുകാരെ. നോക്കൂ, 82 രാജ്യങ്ങളിൽ നിന്നായിട്ട് 206 ചിത്രങ്ങളാണ് ഈ വർഷം പ്രദർശിപ്പിച്ചത്. ഇവിടെ ഞാൻ ചോദിക്കട്ടെ, ചുമ്മാ അറിയുന്നവർ കമന്റ് ചെയ്തോ. 206 PSC പരീക്ഷയിൽ എപ്പോഴും ചോദിക്കുന്ന ഒരു സംഖ്യയാണ് ബയോളജിയിൽ. എന്താണ് ആ ചോദ്യം എന്ന് നിങ്ങൾ കമന്റ് ചെയ്തേ. അവ 82 രാജ്യങ്ങളിൽ നിന്നായിട്ട് 206 ചിത്രങ്ങൾ കൃത്യമായിട്ട് പഠിക്കണേ. സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദ്യം വരും. 82 രാജ്യങ്ങളിൽ നിന്ന് 206 ചിത്രങ്ങളാണ് ഈ വർഷം ഉണ്ടായിരുന്നത്. എന്നുവെച്ചാൽ അവസാനത്തെ നടന്ന ഈ ഒരു മേളയിൽ ഉണ്ടായിരുന്നത്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് മികച്ച സിനിമയ്ക്കും മികച്ച സംവിധായകർക്കും ഒക്കെ അവാർഡ് കൊടുക്കാറുണ്ട്. മികച്ച സിനിമയ്ക്ക് നൽകുന്ന അവാർഡ് സുവർണ ചകോരമാണ്. സ്വർണം ആലോചിക്കുക, സ്വർണം കട്ടത് ആരപ്പായെന്നൊന്നും ഞാൻ പാടുന്നില്ല. അതൊരു എന്താ പറയുക, ഹാസ്യ രൂപത്തിലുള്ള നമ്മൾ പാടുന്ന ഒരു പാട്ടാണ്. പക്ഷേ സ്വർണം എന്ന് കേൾക്കുമ്പോ നിങ്ങൾ ആലോചിക്കുക, സ്വർണ ചകോരം എന്ന് കേൾക്കുമ്പോ നിങ്ങൾ ആലോചിക്കുക, ഈ പ്രാവശ്യം അവസാനം നടന്ന മേളയിൽ ഈ ഒരു പുരസ്കാരം കിട്ടിയത് സീസൺ ആണ്. ഇപ്പൊ സ്വർണം കട്ടത് ആരപ്പായതൊരു പാട്ട് കേരളത്തിൽ എല്ലാവർക്കും അറിയുന്നതുകൊണ്ട് ഞാൻ പാടിയത്. എന്തുകൊണ്ടാണ്? സ്വർണം എന്ന് കേൾക്കുമ്പം ഏതോ ഒരു പ്രധാനപ്പെട്ട ക്ഷേത്രത്തിലെ ഒരു സീസണില് അവിടെ ഏതോ സ്ട്രേഞ്ചേഴ്സ് അവര് വന്നിട്ട് എന്തോ ചെയ്തു, അല്ലെ? കട്ടുകൊണ്ടുപോവുകയോ എന്തോ ചെയ്തു, അത് എനിക്കറിയില്ല. അപ്പൊ എന്ത് തന്നെയാണെങ്കിലും സുവർണ ചകോരം അല്ലെങ്കിൽ സിനിമ എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സിലേക്ക് ടു സീസൺ ടു സ്ട്രേഞ്ചേഴ്സ് എന്ന് കാണണം. സ്ക്രീനിൽ കാണുന്നുണ്ടോ? എന്റെ തൊട്ട് പിറകിലായിട്ട് അതിന്റെ ഒരു ഫോട്ടോയൊക്കെ ഉണ്ട്, ഒരു ന്യൂസിന്റെ കട്ടിങ്. ഇതൊരു ജപ്പാനീസ് മൂവിയാണ്. കൃത്യമായിട്ട് പഠിക്കുക. ജപ്പാനീസ് മൂവിയായ ടു സീസൺ ടു സ്ട്രേഞ്ചേഴ്സ്
ടു സ്ട്രേഞ്ചേഴ്സ് എന്ന് പറയുന്ന ഒരു സിനിമ. നിങ്ങളത് കൃത്യമായിട്ടൊന്നും പഠിക്കണ്ട. സീസൺ, സ്ട്രേഞ്ചേഴ്സ്, സ്വർണം, സിനിമ. ആലോചിച്ച് വെക്കുക. സ്വർണം എന്ന് കേൾക്കുമ്പോൾ ഒരു പ്രത്യേക സീസണിൽ അവിടെ ഏതോ സ്ട്രേഞ്ചേഴ്സ് വന്നിട്ട് അടിച്ചു മാറ്റി കൊണ്ടുപോയി ആലോചിച്ചിട്ടോ. അപ്പൊ എന്താണ്? സുവർണ ചകോരം ഒരു മാർക്ക്. എന്നാൽ രജതം എന്ന് കേൾക്കുമ്പോഴോ രജത ചകോരം, അത് സംവിധാനത്തിനാണ് കിട്ടുക. സുവർണ ചകോരം സിനിമയ്ക്കാണെങ്കിൽ രജത ചകോരം സംവിധാനത്തിനാണ്. കരീന പിയാസ, ലൂസിയ ബ്രാസലിസ്, രണ്ട് പ്രധാനപ്പെട്ട പെൺകുട്ടികൾ. ഇവർ അർജന്റീനിയൻ സിനിമ സംവിധാനം ചെയ്ത അല്ലെങ്കിൽ അർജന്റീനിയൻ സംവിധായകരാണ്. പേരെന്താണ്? ഒന്ന് കരീന, മറ്റൊന്ന് ലൂസിയ. എടാ, നിങ്ങൾ എന്തെങ്കിലും ഒരു ഇവന്റ് അല്ലെങ്കിൽ നിങ്ങളൊരു PSC പരീക്ഷ അതിനകത്ത് നിങ്ങൾ ലൂസായി കഴിഞ്ഞാൽ, നിങ്ങൾ തോറ്റു കഴിഞ്ഞാൽ അല്ലേ, ലൂസേഴ്സ് എന്ന് നമ്മൾ പറയല്ലേ. അപ്പൊ നമ്മൾ ഇങ്ങനെ കരയും അല്ലേ. പണ്ടൊക്കെ ഏതൊക്കെയോ പ്രധാനപ്പെട്ട നമ്മുടെ പരിപാടി കലാമേളകളൊക്കെ നടക്കുമ്പോൾ അല്ലെ, സ്കൂൾ കലാമേളകളൊക്കെ ആരൊക്കെയോ നിലവിളിച്ച് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അപ്പൊ അത്തരത്തിൽ ലൂസായി കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ കരയും എന്നാലോചിക്കുക. അപ്പോ മികച്ച സംവിധായകരായി കിട്ടിയത് ഈ ലൂസായിട്ട് കരയുന്ന ആളുകളാണ്. അപ്പൊ ലൂസിയ കണക്ട് ചെയ്യാൻ വേണ്ടി വേറെ എന്തെങ്കിലും കോഡ്, നിങ്ങൾക്ക് നല്ല കോഡ് അറിയാൻ കമന്റ് ചെയ്യും. പല കോഡുകൾ ഞാനിതൊക്കെ നമ്മുടെ ടെലഗ്രാമിൽ പഠിപ്പിച്ചപ്പോൾ വേറെ കോഡാ പറഞ്ഞത്. അപ്പൊ ലൂസേഴ്സ് എന്ത് ചെയ്യുന്നു? കരയുന്നു. ആലോചിച്ച് വെക്കുക. സംവിധാനം രജത ചകോരം, മികച്ച സംവിധാനം. രണ്ട് പേരുകളാണ്, ഒന്ന് കരയുന്നു, ഒന്ന് ലൂസേഴ്സ്. ലൂസിയ കരീന, ലൂസിയ കരീന. ഇവരുടെ സിനിമ ബിഫോർ ദ ബോഡി. ബിഫോർ ദ ബോഡി. ആലോചിക്കുക. ഇവര് സങ്കടപ്പെട്ട ആ ഒരു ബോഡിക്ക് മുമ്പിൽ നിന്നോ അല്ലെങ്കിൽ പിറകിൽ എവിടെയെങ്കിലും ആലോചിക്കുക. നിങ്ങളുടെ മനസ്സിൽ ഒരു ഇമാജിനേഷൻ, ഒരു കോഡല്ലേ. അപ്പൊ ബിഫോർ ദ ബോഡി, ബിഫോർ ദ ബോഡി എന്ന് ആലോചിക്കുക. കരീന പിയാസ എന്ന് ആലോചിക്കുക. ലൂസിയ ബ്രാസലിസ് എന്ന് ആലോചിക്കുക. ഇവർ അർജന്റീനിയൻ സംവിധായകരാണ്. ഇവരുടെ ഫോട്ടോ എന്റെ പിറകിൽ മുകളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ആ ഒരു സിനിമയുടെ കട്ടിങ്ങും. അപ്പൊ IFFK അഥവാ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള 2025, അതിനാണ് നമ്മൾ IFFK എന്ന് വിളിക്കുക അല്ലെ. 30ാമത് അവിടെയാണ് എന്റെ പിറകിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇന്ന് തിരി തെളിയും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പത്രക്കട്ടിങ് കണ്ടില്ലേ. അവിടെ ഒരു സിനിമയുടെ പേരുണ്ട്, പാലസ്തീൻ അഥവാ ഫലസ്തീൻ 36. നോക്കൂ പിള്ളേരെ, ചോദ്യം ഇതാണ്. 2025 കേരളത്തിൽ നടന്ന 30ാമത് അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയിലെ ഉദ്ഘാടന ചിത്രം ഏതായിരുന്നു? അതിന്റെ പേര് പാലസ്തീൻ 36. പാലസ്തീൻ 36 പഠിച്ചു വെച്ചേക്കുക. കാരണം ഇന്നത്തെ ഒരു ആഗോള പൊളിറ്റിക്സ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ കേരളത്തിൽ വളരെ റെലവെന്റ് ആയിട്ടുള്ള ഈ ഒരു ഫിലിം, ആ പേര്, അതാണ് ആദ്യത്തെ ഉദ്ഘാടന ചിത്രമായിട്ട് വരുന്നത്. ഇറാനിയൻ സംവിധായകൻ മുഹമ്മദ് റസൂലോഫ് എന്നുള്ളത് നമുക്ക് റസൂൽ എന്ന് പഠിക്കാം അല്ലെ. അദ്ദേഹമായിരുന്നു ജൂറി ചെയർമാൻ. പാലസ്തീൻ ആയിരുന്നു ആദ്യത്തെ ഉദ്ഘാടന സിനിമ. അതുപോലെ തന്നെ സുവർണ ചകോരം കിട്ടിയത് സിനിമയ്ക്ക് ഏതാന്ന് ചോദിച്ചാൽ നമ്മൾ പറഞ്ഞു സീസൺ ഉണ്ട്, സ്ട്രേഞ്ചേഴ്സ് ഉണ്ട് അല്ലെ. ആ ഒരു പേര് ഓർക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ സംവിധായകർ എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആലോചിക്കാൻ വേണ്ടിയിട്ട് കരയുന്നു എന്ന് പറഞ്ഞു, ലൂസു അല്ലെ. അപ്പൊ ആ ഒരു രണ്ട് പേര് അല്ലെ ജസ്റ്റ് ഒന്ന് കിട്ടിയാൽ മതി, ലൂസിയ കരീന, അത് മതി. അപ്പൊ നമ്മൾ ഓവറായിട്ട് പഠിക്കാതെ ഇങ്ങനെ ഷോർട്ട് ആയിട്ടൊക്കെ ആലോചിച്ച് വെക്കുക. അപ്പൊ ഈ ഒരു പാലസ്തീൻ 36 എന്ന് പറയുന്ന മൂവി സംവിധാനം ചെയ്തത്, മാഡത്തിന്റെ ഫോട്ടോ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ആനി മേരി ജാസിർ ആണ്. ആനി മേരി ജാസിർ. നോക്കൂ, ഇനിയുള്ളത് വളരെ വളരെ ഇമ്പോർട്ടന്റ്. ഞാൻ ഈ PDF തരുന്ന എല്ലാം അത്രയ്ക്ക് പ്രധാനപ്പെട്ടതാണ്. LGS പരീക്ഷയ്ക്ക് വരെ ഇമ്പോർട്ടന്റ് ആണ്. മികച്ച മലയാള ചിത്രം ചോദിച്ചാൽ പിള്ളേരെ നിങ്ങൾ പഠിക്കണം. ഈ പറയുന്ന നെറ്റ് പാക്ക് എന്ന് പറയുന്ന കാറ്റഗറിയിൽ മികച്ച മലയാള സിനിമയായിട്ട് 2 സിനിമകളാണ് തിരഞ്ഞെടുത്തത്. ഒന്ന് നമ്മുടെ സഞ്ജു സുരേന്ദ്രന്റെ ഒരു സിനിമയും മറ്റൊന്ന് ഉണ്ണികൃഷ്ണൻ ആവള എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു സിനിമയുമാണ്. ഇത് പഠിക്കാൻ വേണമെങ്കിൽ IFFK ആണ്, തിരുവനന്തപുരത്ത് വെച്ച് നടക്കുന്നു. നമ്മുടെ സഞ്ജു സാംസൺ ആലോചിക്കുക. സഞ്ജു ഒരു വിന്ററിന്റെ രാത്രി, നല്ല വിന്റർ, ആ ഒരു അന്തരീക്ഷം ആലോചിക്കുക. വിന്റർ രാത്രി അച്ഛനെ എന്ത് വിളിക്കാറിയോ? തന്തേനെ പേര് വിളിക്കുന്നു. ഉണ്ണികൃഷ്ണ, ആ വള ഇങ്ങോട്ട് കൊണ്ടുക എന്ന് പറയുകയാണ്. ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് കോഡായിട്ടൊന്നും തോന്നില്ല ഒരു പക്ഷേ മക്കളെ നിങ്ങളത് ചുമ്മാ ആലോചിച്ച് നോക്കുക. IFFKയിലെ മലയാള സിനിമ എന്ന് പറയുമ്പം അന്ന് നമ്മൾ പഠിച്ചത് ആ സഞ്ജു ആണല്ലോ, ഒരു വിന്ററിന്റെ രാത്രിയാണല്ലോ, തന്തേനെ പേര് വിളിച്ചല്ലോ. അപ്പൊ മോശമായി പോയില്ലേ? ആ വള ഉണ്ടാന്ന് പറഞ്ഞ തന്തപ്പേര്, തന്ത എന്ന് പറഞ്ഞാൽ ആ വാക്കൊന്നും ഉപയോഗിക്കാൻ പാടില്ലേ. ഞാൻ അങ്ങനെ പറഞ്ഞല്ല, പഠിക്കാൻ വേണ്ടി കോഡാക്കാൻ വേണ്ടിയിട്ട് അല്ലേ. നമ്മൾ അച്ഛനെയൊക്കെ തന്തയെന്നൊക്കെ വിളിക്കുന്നറിയേ, അങ്ങനെ ആ രൂപത്തിൽ പറഞ്ഞ കോഡ് വേണ്ടി മാത്രം കേട്ടോ. അപ്പൊ ആലോചിക്കുക, സഞ്ജു ഒരു വിന്റർ നൈറ്റ് തന്തേനെ പേര് വിളിച്ച് പറഞ്ഞു, ഉണ്ണികൃഷ്ണ ആ വള കൊണ്ടാ. നമ്മൾ തമാശയ്ക്ക് വിളിക്കും, അച്ഛനെ സ്നേഹം കൊണ്ട് വിളിക്കാണല്ലോ ചെയ്യും കേട്ടോ. സഞ്ജു സാംസനെ അങ്ങനെ വിളിക്കൂലേ. നിങ്ങൾക്ക് സഞ്ജു സാംസനെയോ ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സഞ്ജുവിനെ അറിയെങ്കിലോ അങ്ങനെയൊക്കെ ചിന്തിച്ചു നോക്കുക, ചിലപ്പോൾ കിട്ടിയാലോ. അപ്പൊ മലയാള സിനിമ എന്ന് കേൾക്കും IFFKയില് നമ്മള് സുവർണ ചകോരം പഠിച്ചു, രജത ചകോരം പഠിച്ചു അല്ലെ, കൃത്യമായിട്ട് പഠിച്ചില്ലേ? 2 പഠിച്ചു.
ഇനി നമ്മൾ നോക്കുന്നത് മലയാളത്തിലുള്ള നെറ്റ്പാക്കിന്റെ ഈ ഒരു അവാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ ഇങ്ങനെ കണക്ട് ചെയ്ത് വെക്കുക. സഞ്ജു സുരേന്ദ്രന്റെ കിത് കി ഗാവ്. ഞാൻ പറഞ്ഞ കോഡാണ് ആദ്യം പറഞ്ഞത്, സിനിമയുടെ പേര് പറഞ്ഞത്. സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇഫ് ഓൺ എ വിന്റേഴ്സ് നൈറ്റ് എന്ന് പറയുന്ന സിനിമ. ഇഫ് ഓൺ എ വിന്റേഴ്സ് നൈറ്റ് എന്ന് പറയുന്ന സിനിമ. ആ സിനിമയുടെ മലയാളം പേര്, അല്ലെങ്കിൽ മലയാളത്തിൽ അത് പറയുക ഗിത് കി ഗാവ്. ഗിത് കി ഗാവ്. നോട്ട് ചെയ്ത് വെച്ചേ. ഗിത് കി ഗാവ് എന്ന സിനിമ സഞ്ജു സുരേന്ദ്രൻ. ഇത് ഒരുപാട് ഇന്റർനാഷണൽ മറ്റ് ഫിലിം ഫെസ്റ്റിവലിലേക്കൊക്കെ പോയിട്ടുള്ള സിനിമയാണ്. അപ്പൊ ഗിത് കി ഗാവ് അഥവാ ഇഫ് ഓൺ എ വിന്റേഴ്സ് നൈറ്റ് എന്ന് പറയുന്ന സിനിമ സഞ്ജു സുരേന്ദ്രൻ ഗിത് കി ഗാവ്. ഗിത് കി ഗാവ്. അതുപോലെ തന്നെ ഉണ്ണികൃഷ്ണൻ ആവളയുടെ തന്തപ്പേര് എന്ന് പറയുന്ന സിനിമ. തന്തപ്പേര് ഈ സിനിമ, ഈ ഒരു ഉണ്ണികൃഷ്ണൻ ആവളയുടെ സിനിമ തന്തപ്പേര്, ആ കേൾക്കുമ്പോൾ ഒരു വൈബ് വരണം. തന്തപ്പേര് എന്ന് കേൾക്കുമ്പോൾ തണ്ടപ്പേരുണ്ട്, നമ്മൾ ആധാരം കേൾക്കുമ്പോൾ തണ്ടപ്പേര് എന്ന് പറയാറില്ലേ? അപ്പൊ അത്തരത്തിൽ തണ്ടപ്പേർ അല്ലെങ്കിൽ തന്തപ്പേര് നമ്മൾ പഠിക്കാൻ വേണ്ടി അങ്ങനെ പറഞ്ഞ കേട്ടോ. അപ്പൊ ഇത് ഇംഗ്ലീഷിൽ എന്താണ് എഴുതുക എന്നൊക്കെ ഇവിടെ ഉണ്ട്. ഇനി ഇംഗ്ലീഷിലാണെങ്കിൽ ലൈഫ് ഓഫ് എ ഫാലസ്. ലൈഫ് ഓഫ് എ ഫാലസ് അഥവാ തന്തപ്പേര് എന്ന സിനിമ ഇതായിരുന്നു ഈ ഒരു ഫെസ്റ്റിവലിലെ ഏറ്റവും ജനപ്രിയമായ സിനിമ. അതുകൂടി പഠിച്ചു വെക്കുക. അപ്പൊ മികച്ച മലയാള സിനിമ അല്ലെങ്കിൽ മികച്ച മലയാള സിനിമ എന്ന കാറ്റഗറി 2 ഉണ്ട്. അതിനകത്ത് സഞ്ജു സുരേന്ദ്രൻ സിനിമയും ഉണ്ണികൃഷ്ണൻ ആവളയുടെ സിനിമയുണ്ട്. കൂടാതെ ഇതേ ഉണ്ണികൃഷ്ണൻ ആവളയുടെ തണ്ടപ്പേർ എന്ന് പറഞ്ഞ സിനിമ തന്നെയാണ് എന്ത് മികച്ച ജനപ്രിയ ചിത്രം. ഓക്കെ, മികച്ച ജനപ്രിയ ചിത്രമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. ഇനി നോക്കൂ, രജത ചകോരം നമ്മൾ പറഞ്ഞു സംവിധായകർക്കാണ് കിട്ടുക. സുവർണ ചകോരം സിനിമയ്ക്കാണെങ്കിൽ രജത ചകോരം സംവിധായകർക്ക്. ഏറ്റവും മികച്ച സംവിധായകരായിട്ട് നമ്മൾ തിരഞ്ഞെടുത്ത 2 പേരായിരുന്നു അർജന്റീനൻ സംവിധായകന്മാർ അല്ലേ? നിങ്ങൾ പഠിച്ചു ലൂസിയയും അതുപോലെ തന്നെ കരീന ലൂസിയ. അത് കിട്ടിയല്ലോ. അപ്പൊ അത് കിട്ടുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്തുണ്ടാവണം? പുതിയ സംവിധായകർക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ട്. നവാഗത സംവിധായകർക്ക് രജത ചകോരം നവാഗത സംവിധായകർക്ക് കിട്ടിയത് 2 പേർക്കാണ്. ഒന്ന് തനുശ്രീ ദാസ് എന്ന് പറയുന്ന വ്യക്തിക്കും മറ്റൊന്ന് സൗമ്യാനന്ദ സാഹി എന്ന് പറയുന്ന സംവിധായകനും. ഓക്കെ, ഒരു ബംഗാളി സിനിമയാണ് ഇവർ സംവിധാനം ചെയ്തത്. 2 വ്യക്തികളാണ്, തനുശ്രീ ദാസ് എന്ന് പറയുന്ന പെൺകുട്ടിയും സൗമ്യാനന്ദ സാഹി ഒരു ആൺകുട്ടി കേട്ടോ. ഓക്കെ, ഒരു സംവിധായകനാണ്. അപ്പൊ ഈ 2 പേർക്കാണ് ഈ ഒരു അവാർഡ് കിട്ടിയത്. തനുശ്രീ ദാസും സൗമ്യാനന്ദ സാഹിയും. രജത ചകോരം കിട്ടിയ നവാഗത സംവിധായകർ തനുശ്രീ, സൗമ്യാനന്ദ സാഹി. ഇവരുടെ സിനിമ ഇവിടെ ഫോട്ടോ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഷാഡോ ബോക്സ് ഒന്ന് പഠിച്ചേ. ഷാഡോ ബോക്സ് കോഡൊക്കെ വേണമെങ്കിൽ ആക്കാം, അതിന്റെ ആവശ്യമില്ല. ഇപ്പൊ തനുശ്രീ സൗമ്യാനന്ദ സാഹി, ഷാഡോ ബോക്സ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട മുൻകാലങ്ങളിൽ ചോദിച്ച ഒരു 3 കാറ്റഗറി ഉണ്ട്. അതിൽപ്പെട്ട ഒന്നാണ്, നമ്മളിപ്പോൾ മികച്ച ചിത്രം മലയാളം പറഞ്ഞു, അത് ചോദിക്കാറുണ്ട്. സ്പിരിറ്റ് ഓഫ് സിനിമ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ അവാർഡാണ്, ചോദിക്കാം. അതുപോലെ തന്നെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ്, അതും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാം. അപ്പൊ സ്പിരിറ്റ് ഓഫ് സിനിമ അവാർഡ് ആർക്ക് കിട്ടി? സ്പിരിറ്റ് ഓഫ് സിനിമ. സ്പിരിറ്റ് എന്ന് കേൾക്കുമ്പം കൊല്ലാൻ വേണ്ടി ഒരു 5 സ്പിരിറ്റ് കഴിച്ചാൽ മതി. ഒരാളെ കൊല്ലണമെങ്കിൽ ഒരു 5 ഗ്ലാസ് സ്പിരിറ്റ് കഴിച്ചാൽ മതി അലയ്ക്കാം. അപ്പൊ നിങ്ങൾ IFFKയിലെ സ്പിരിറ്റ് എന്ന് കേൾക്കുമ്പം കൊല്ലാൻ വേണ്ടി 5 ഗ്ലാസ് കേട്ടോ. ഇപ്പൊ ഏതൊരു മാർഷൽ ആർട്സ് ഒക്കെ പഠിച്ച ആളാണെങ്കിലും അദ്ദേഹത്തിന് 5 കൊടുത്താൽ മതി. അപ്പൊ കൊല്ലുക അല്ലെങ്കിൽ കെല്ലി 5 മാർഷൽ. മാഡത്തിന്റെ ഫോട്ടോയൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവരൊരു കനേഡിയൻ ചലച്ചിത്ര നിർമ്മാതാവാണ്. ഇപ്പൊ സ്പിരിറ്റ് ഓഫ് സിനിമ അവാർഡ് കിട്ടിയത് കെല്ലി 5 മാർഷൽ ആണ്. അതുപോലെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് കിട്ടുന്നത് നോക്കൂ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. രജത ചകോരം നവാഗതർക്ക് പഠിച്ചു, സ്പിരിറ്റ് ഓഫ് സിനിമ പഠിച്ചു. ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് കിട്ടുന്നത് അബ്ദുറഹ്മാൻ സിസാക്കോ. ഇദ്ദേഹം ആഫ്രിക്കൻ സംവിധായകനാണ്. അബ്ദുറഹ്മാൻ സിസാക്കോ ആഫ്രിക്കൻ സംവിധായകന് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ചെയ്ത നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിന് സമ്മാനിക്കുന്ന ഫോട്ടോയൊക്കെ ഉണ്ട്, ഓർത്ത് വെച്ചേക്കുക. ഇങ്ങനെ IFFK പ്രധാനപ്പെട്ട ചില അവാർഡുകൾ, അവിടെ 82 രാജ്യങ്ങളിലെ 206 സിനിമകൾ വന്നു. അങ്ങനെയൊക്കെ ആണെങ്കിലും ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ആദ്യത്തെ ഉദ്ഘാടന സമയത്ത് മുഖ്യ അതിഥിയായിട്ടൊരു പ്രശസ്തനായ സംവിധായകൻ പങ്കെടുത്തിരുന്നു. അതൊരു പക്ഷെ ചോദിക്കാം, കേരളത്തിന്റെ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിന്റെ മുഖ്യ അതിഥി ആരായിരുന്നു? അദ്ദേഹത്തിന്റെ പേര് പാബ്ലോ ലാറോ എന്നാണ്. ഇവിടെ പാബ്ലോ എന്ന് പറഞ്ഞാൽ പാബ്ലോ നെരൂദോ എന്നൊക്കെ നമ്മൾ പഠിക്കാറില്ലേ? അപ്പൊ പാബ്ലോ ലാറോ. ഇപ്പൊ ചിലി എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ആ പാബ്ലോ ആ പേര് ഓട്ടോമാറ്റിക്കലി നമുക്ക് വരും, കാരണം നമ്മൾ സാഹിത്യത്തെ ഇഷ്ടപ്പെടുന്ന ആളുകളാണല്ലോ. അപ്പൊ പാബ്ലോ നെരൂദോ അല്ല, ഇതാരാണ്? ലാറോ.
കുറച്ച് ചില്ലറ പൈസയുമായിട്ട് ഈ IFFK വരുന്ന എല്ലാവർക്കും ചില്ലറ കൊടുക്കാൻ വേണ്ടി ചില്ലറ കൊടുക്കാൻ വേണ്ടി ലോറിയിൽ വന്നു. മുഖ്യാതിഥി ചില്ലറയുമായി ലോറിയിൽ വന്നു. ഇന്ന് ഇമാജിൻ ചെയ്തേ, IFFKയിലേക്ക് മുഖ്യാതിഥി ചില്ലറ പൈസയുമായി ലോറിയിൽ വന്നു. സെറ്റ്. ഇനി കുറച്ച് കാര്യങ്ങൾ ഇവിടെ അധികം വായിക്കാനൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ഈ ക്ലാസ്സുകളുടെ എല്ലാം PDF നിങ്ങൾക്ക് എവിടെ കിട്ടുമെന്ന് അറിയുമോ കൂട്ടുകാരെ? ടെലഗ്രാം ചാനലിൽ കിട്ടും. ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് ഫസ്റ്റ് കമന്റിൽ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക? ഫസ്റ്റ് കമന്റ് ചെക്ക് ചെയ്തിട്ട് ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുക. ഇനിയും ക്ലാസ്സുകൾ തുടരുകയാണ്. അപ്പൊ ഇത് വളരെ ഷോർട്ട് ആയിട്ട് 10 മിനിറ്റ് 15 മിനിറ്റ് ക്ലാസ്സുകളായിരിക്കും. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഇന്നത്തെ ക്ലാസ്സിലെ ചോദ്യം ഇതാണ്: യുനെസ്കോയുടെ സാഹിത്യ നഗരം പദവി കിട്ടിയതിന്റെ ദിനാചരണ ഭാഗമായി 2025 കോഴിക്കോട് കോർപ്പറേഷന്റെ സാഹിത്യ നഗര പുരസ്കാരത്തിന്റെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? നിങ്ങൾ എന്ത് ചെയ്യുക? ഓപ്ഷൻ നോക്കിയിട്ട് എല്ലാവരും അറിയുമെങ്കിൽ കമന്റ് ചെയ്യുക. അറിയാത്തവർ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായം പറയണം. ഈ ഒരു സീരീസ് നിങ്ങളൊരു 10-500 പേര് മാക്സിമം ഇത് കാണുന്നുണ്ടെന്ന് ഞാൻ അറിയണമെങ്കിൽ നിങ്ങളുടെ കമന്റ് കാണണം. അപ്പൊ നിങ്ങളുടെ കമന്റ് പോലെയാണ് തുടർന്ന് 150 ക്ലാസ്സുകൾ. വെയിറ്റ് ചെയ്യുക. ഉടൻ തന്നെ നമ്മുടെ ചാനൽ വരും. എല്ലാവർക്കും നന്നായിട്ട് പഠിക്കാൻ പറ്റട്ടെ, മുഴുവൻ മാർക്കും CA കിട്ടട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ. താങ്ക് യു.